ഇത്തവണത്തെ പിട്ടാപ്പള്ളി ഏജൻസീസ് ജനസഭയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജനസഭ ഇന്ന് ചേരുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കൽപ്പറ്റയിലാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പമാണ് എന്ന ജനസഭ പരിശോധിക്കുന്നത് അടുത്ത 1.5 മണിക്കൂർ കൊണ്ട്. വയനാട്ടിൽ സിറ്റിംഗ് എം പി രാഹുൽ ഗാന്ധി വീണ്ടും ജനവിധി തേടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന എതിരാളികൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, CPIയുടെ ദേശീയ നേതാവ് ശ്രീമതി ആനി രാജ. കടുത്ത മത്സരത്തിന് വയനാട് ലോക്സഭാ മണ്ഡലം വേദിയാകുമോ എന്ന് നമുക്ക് നോക്കാം. ജനഹിതം അറിയാം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച 3 മുന്നണികളുടെയും പ്രതിനിധികൾ ജനസഭയിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. അവരെ പരിചയപ്പെടാം. UDFനെ പ്രതിനിധീകരിച്ച് KPCC അംഗം ശ്രീ KE വിനയൻ, അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. LDFനെ പ്രതിനിധീകരിച്ച് CPMൻ്റെ കൽപ്പറ്റ ഏരിയ സെക്രട്ടറി ശ്രീ V. ഹാരിസ്, അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BJPയെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് PC ഗോപിനാഥാണ്, അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം ശ്രീ വിനയനിൽ നിന്ന് ആരംഭിക്കുകയാണ്. എന്താണ് പ്രതീക്ഷ? മണ്ഡലം നിലനിർത്തുമോ? എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടും? വയനാട് ലോക്സഭാ മണ്ഡലം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,30,000 വോട്ട് എന്ന ചരിത്ര ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മണ്ഡലമാണ്. ഇക്കുറി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ വളരെ പ്രതീക്ഷയോടുകൂടി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കൂടുതൽ ആധികാരികമായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിജയത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി, ഇന്ത്യ എന്ന് പറയുന്ന ആശയം അത് ഇതുപോലെ നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ മനസ്സ് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് 1ാം ഘട്ടമായി നടന്ന ഭാരത് ജോഡോ യാത്രയിൽ, അതിനുശേഷം നടന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, മണിപ്പൂരിൽ, ഉത്തർപ്രദേശിൽ, ഡൽഹിയിൽ, അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ പല രീതിയിലുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പല രീതിയിലുള്ള പ്രതിസന്ധികൾ നടന്ന എല്ലാ ഘട്ടങ്ങളിലും പ്രതീക്ഷയുടെ ഒരു കേന്ദ്രമായി നിന്നുകൊണ്ട് ഇത്തരം എല്ലാ മേഖലകളെയും അഡ്രസ്സ് ചെയ്ത മതേതര ജനാധിപത്യ ഇന്ത്യയുടെ ഒരു പ്രതീക്ഷ എന്ന നിലയിൽ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു നേതാവിന് വോട്ട് ചെയ്യാൻ കിട്ടിയ ഒരവസരം എന്ന നിലയിലാണ് വയനാട്ടുകാർ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ ഘടകകക്ഷികളുടെ വോട്ട് മാത്രമല്ല, എല്ലാ വിഭാഗം ജനവിഭാഗങ്ങളുടെയും ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ മതനിരപേക്ഷതയും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മതേതര ജനാധിപത്യ വിശ്വാസികളുടെയും വോട്ട് സ്വാധീനിക്കാൻ, സ്വാംശീകരിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ ജില്ല കടന്നുപോയ ഓരോ പ്രതിസന്ധികളിലും, പ്രളയകാലത്ത്, കോവിഡിൻ്റെ കാലത്ത്, വന്യമൃഗ ആക്രമണമുണ്ടായ കാലത്ത്, ഇത്തരം എല്ലാ ഘട്ടങ്ങളിലും വയനാട്ടിലേക്ക് ഓടിയെത്തുകയും വയനാട്ടുകാരെ ചേർത്ത് നിർത്തുകയും തൻ്റെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി തൻ്റെ നിയോജക മണ്ഡലത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന കാര്യത്തിലാണെങ്കിൽ, CSR ഫണ്ട്, ഇതിനെല്ലാം പുറമെ CSR ഫണ്ട് സമാഹരിച്ചുകൊണ്ട് അംഗനവാടികളും സ്കൂൾ ബസ്സുകളും അതോടൊപ്പം തന്നെ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങൾക്കുള്ള വാഹനങ്ങളും എല്ലാം നൽകുന്ന കാര്യത്തിലാണെങ്കിൽ, എല്ലാ കാര്യങ്ങളിലും, അതോടൊപ്പം തൻ്റേത് കൂടാതെ മറ്റ് രാജ്യസഭാ MP-മാരുടെ ആസ്തി വികസന ഫണ്ട് കൂടി വയനാട്ടിൽ ചെലവഴിക്കാൻ കാണിച്ച ആ ഒരു താല്പര്യം, എല്ലാത്തിലും ഉപരി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തൻ്റെ ഒരു കുടുംബാംഗങ്ങളെ പോലെ വയനാടിനെ നോക്കിക്കണ്ട് വയനാടിനോടൊപ്പം നിന്ന ആ മനസ്സിനോടൊപ്പമാണ്. വളരെ ആധികാരികമായ ഒരു വിജയമാണ് നമ്മൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്. ശ്രീ ഹാരിസ്, LDFന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? വികസനത്തെക്കുറിച്ച് പറഞ്ഞു. വികസന പദ്ധതികൾ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് വയനാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ സുഹൃത്ത് വിനയൻ പറഞ്ഞെടുത്തുനിന്ന് തന്നെ തുടങ്ങുകയാണ്. വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശ്രീ രാഹുൽ ഗാന്ധിക്ക് 4 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച മണ്ഡലമാണ്. പക്ഷേ വയനാട്ടിലെ ജനതയോട് അതിനുള്ള നീതി കാണിച്ചോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.
കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു സവിശേഷമായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് വയനാട് ജില്ലക്കകത്ത് ആകെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി പോകുന്നു രാഹുൽ ഗാന്ധി. രാജ്യത്ത് സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഫാസിസത്തിനെതിരായിട്ടുള്ള വലിയൊരു മുന്നേറ്റം നടക്കുമെന്നും ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് ഭരണ സംവിധാനമാകെ മാറുമെന്നും അങ്ങനെ മാറുന്ന ഘട്ടത്തിൽ അതിൻ്റെ പ്രധാനമന്ത്രിയായി നേതൃത്വം നൽകേണ്ട ആളാണ് രാഹുൽ ഗാന്ധി. ആ രീതിയിലുള്ള ഉയർന്ന രാഷ്ട്രീയ ബോധവും ജനാധിപത്യ ബോധവുമാണ് വയനാട്ടിലെ ജനത കാണിച്ചത്. അത് UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ മാത്രം വോട്ട് കൊണ്ടല്ല അന്ന് രാഹുൽ ഗാന്ധിക്ക് ആ ഭൂരിപക്ഷം ഉണ്ടായത്. പക്ഷേ വയനാട്ടിലെ ജനതയെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഈ കഴിഞ്ഞ 5 വർഷം MP എന്നുള്ള നിലക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് ദേശീയ വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒട്ടനവധിയായിട്ട് ഈ 5 വർഷക്കാലം നടപ്പിലാക്കിയിട്ടുള്ള ജനദ്രോഹപരമായിട്ടുള്ള നയങ്ങൾക്കെതിരായിട്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾക്കെതിരായിട്ടൊന്നും തന്നെ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഈ രാജ്യത്തെ ഭരണഘടന വിരുദ്ധമായ ഒരു തീരുമാനം ആർട്ടിക്കിൾ 14 ലംഘിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ തുല്യതയെ എടുത്തു കളയുന്ന രീതിയിലേക്ക് പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കുന്നു. അതിനെതിരായിട്ട് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നതിന് വേണ്ടി വയനാടിന്റെ MP സാധിച്ചിട്ടില്ല. വയനാട്ടിലെ ജനതയോടല്ല, ഈ രാജ്യത്തെ മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകളോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസിന്റെ പ്രസിഡന്റിന് അത് പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തിന് ഇതുവരെ അതിൽ ഒരു നിലപാട് പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. മറ്റൊന്ന്, രാജ്യത്ത് 2 ജാഥ നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംഘപരിവാറിന്റെ B ടീമായി മാറുന്നതിന് വേണ്ടിയുള്ള മത്സരമാണ് പല ഘട്ടത്തിലും ഈ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി രാജ്യത്ത് വലിയ പ്രതീക്ഷകൾ നൽകുമ്പോഴും പ്രതീക്ഷകൾ നൽകുന്ന ഒരു പ്രകടനമല്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നിരാശ നൽകുന്ന മറ്റൊരു കാര്യം. അത് ഇപ്പോൾ വയനാടിന്റെ MP എന്നുള്ള നിലക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും വയനാട്ടിലെ വന്യമൃഗശല്യത്തിന്റെ പ്രശ്നത്തിന്റെ കാര്യത്തിലായാലും ശരി, വയനാടിന്റെ വികസന കാര്യത്തിൽ രാത്രികാല ഗതാഗത നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റെയിൽവേയുടെ വിഷയമായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വയനാട്ടിന്റെ മറ്റ് പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ MP എന്നുള്ള നിലക്ക് രാഹുൽ ഗാന്ധി പൂർണ്ണ പരാജയമാണ്. ഈ വിഷയങ്ങളിൽ കൃത്യമായി പാർലമെന്റിൽ പോലും 50% എത്തിച്ചേരാൻ കഴിയാത്ത ഒരു MP എന്നുള്ള കാര്യം വയനാട്ടിലെ ഏത് കുട്ടികൾക്ക് പോലും അറിയുന്ന ഒരു കാര്യമായിട്ട് ഇപ്പോൾ മാറുകയാണ്. മറ്റൊന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നേരത്തെ അങ്ങിവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, പ്രധാന സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ എന്നാണ്. വയനാട്ടിലെ പഞ്ചായത്തിന്റെ എണ്ണത്തിന്റെ അത്ര പോലും മെമ്പർമാരില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് കേട്ടോ ഈ BJP എന്ന് പറയുന്നു, NDA എന്ന് പറയുന്നു. വയനാട്ടിനകത്ത് 1 ലക്ഷത്തിന്റെ താഴെ മാത്രം വോട്ടുള്ള ഒരു മുന്നണിയാണ്. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ച ചെയ്യണം എന്നത് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ടുള്ള മത്സരം ഈ വയനാട് മണ്ഡലത്തിനകത്ത് കാഴ്ചവെക്കുന്നുണ്ട്. സഖാവ് ആനി രാജ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, ഈ മണ്ഡലത്തിലകത്തേക്ക് കടന്നു വരുമ്പോൾ ഈ രാജ്യമാകെ തന്നെ ഒരു MP-യുടെ പ്രിവിലേജ് ഒന്നും തന്നെ ഇല്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലക്ക്, അത് ബിൽക്കീസ് ബാനുവിന്റെ കേസിനകത്തായാലും ശരി, അത് മണിപ്പൂർ വിഷയത്തിനകത്തായാലും ശരി, ഈ ഗവൺമെന്റ് രാജ്യദ്രോഹ കുറ്റമൊക്കെ ചുമത്തിയിട്ടുള്ള ആളാണ് എന്നുള്ള കാര്യം വയനാട് ചർച്ച ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ മണിപ്പൂരിൽ കടന്നു ചെന്ന് ഇരകളോടൊപ്പം സഞ്ചരിച്ചതിന്റെ ഭാഗമായിട്ട്, അതോടൊപ്പം തന്നെ ഡൽഹിയിലെ ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരായാലും ശരി, ദേശീയ രാഷ്ട്രീയത്തിനകത്ത് ഈ കേരളത്തിൽ നിന്ന് കടന്നു വന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അശരണരായിട്ടുള്ള ജനവിഭാഗങ്ങളോടൊപ്പം നല്ല രീതിയിലുള്ള പോരാട്ടം നയിക്കാൻ കഴിഞ്ഞിട്ടുള്ള, എന്തുകൊണ്ടും ഒരു ദേശീയ നേതാവായിട്ട് ഈ നാട്ടിൽ നിന്ന് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരാളാണ് എന്ന് ഈ നാട് ചർച്ച ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് ഗോപിനാഥ്, BJP അപ്രസക്തമാണ് വയനാട് മണ്ഡലത്തിൽ നിന്നാണ് CPM-ന്റെ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത്. BJP-യുടെ പ്രതീക്ഷ എന്താണ്? BJP പ്രസക്തമാണ് എന്ന് ഒരിക്കലും പറയാത്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് അതിന് എന്തെങ്കിലും മറുപടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇന്ത്യ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുമ്പോഴും ഭാരതീയ ജനതാ പാർട്ടി പ്രസക്തമല്ലെന്നും പരിപ്പ് കേരളത്തിൽ വേവില്ല എന്ന് പറയുന്ന ആളുകളോട് എന്തെങ്കിലും ഒരു മറുപടി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ പരിഹാസം തുടരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മിസ്റ്റർ വിനയൻ സൂചിപ്പിച്ചതുപോലെ ഏറെ പ്രതീക്ഷയൊന്നും ഇത്തവണ ഇന്ത്യ മുന്നണിക്കോ അതുപോലെ രാഹുൽ ഗാന്ധിക്കോ പ്രതീക്ഷിക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഇവിടെ മത്സര രംഗത്ത് ഇറങ്ങുമ്പോൾ എന്തൊക്കെയോ ചില പ്രതീക്ഷകളുണ്ട് എന്ന് ആർക്കൊക്കെയോ തോന്നിയിരുന്നു. എന്നാൽ സ്മൃതി ഇറാനിയെ ഭയന്നാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞപ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളിയ ആളുകൾക്ക് മനസ്സിലായി രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ നേതാവ് പോയി ഇന്ത്യയുടെ നേതൃസ്ഥാനത്ത് പോലും ഒരു കാലത്തും എത്തിച്ചേരാൻ അർഹനല്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യങ്ങളാണ് ഇന്നുള്ളത്. ഒരു പ്രതീക്ഷയും രാഹുൽ ഗാന്ധിയിൽ നിന്ന് വയനാട്ടിലെ ജനതയ്ക്ക് പ്രതീക്ഷിക്കാനില്ല. കഴിഞ്ഞ 5 വർഷം 1875 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്രീ വിനയനോട് ചോദിക്കാനുള്ളത്,
ആ 1875 ദിവസത്തിൽ ഒരു 5 ദിവസമെങ്കിലും 24 മണിക്കൂർ നേരം നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുക? ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഈ 1875 ദിവസം പിന്നിട്ടപ്പോൾ ഒരു 5 ദിവസം പൂർണ്ണമായും നിയോജക മണ്ഡലത്തിൽ ചെലവഴിക്കാത്ത കേവലം ഒരു അതിഥി മാത്രമായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം. വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ടാഞ്ചിബിളായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കുമോ? ഏതെങ്കിലും ഒരു പ്രശ്നം രാഹുൽ ഗാന്ധി ഇടപെട്ടതും പരിഹരിച്ചതും വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തരായ ഏതെങ്കിലും ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ ശ്രീ വിനയന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രസ്താവനകൾ പിൻവലിക്കാം. വയനാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു? രൂക്ഷമായ വന്യമൃഗശല്യം ഉണ്ടായ സമയത്ത് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് സ്ഥിതി വന്നപ്പോൾ 2 മണിക്കൂർ നേരം രാഹുൽ ഗാന്ധി വന്നു വയനാട്ടിൽ എന്നതിൽ കവിഞ്ഞ് അദ്ദേഹം ഇവിടെ റോഡ് ഷോ കാണിക്കാനല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനകീയമായ വിഷയങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു? നമ്മുടെ യാത്രാ സൗകര്യത്തിൻ്റെ വിഷയങ്ങൾ, രാത്രി യാത്രാ നിരോധനം, റെയിൽവേ, വയനാട്ടിലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, വയനാട്ടിലെ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ, ഇത് ഏതെങ്കിലും നമ്മുടെ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിനോ യഥാർത്ഥത്തിൽ ഇതിന് പരിഹാരം കാണാനോ സാധിക്കാത്ത ശ്രീ രാഹുൽ ഗാന്ധി തീർത്തും വയനാടിനെ സംബന്ധിച്ചിടത്തോളം പരാജയമാണ്. അദ്ദേഹത്തിൽ നിന്ന് ഇനി കൂടുതലായി ഒന്നും പ്രതീക്ഷിക്കാനില്ലെന്നും ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ പോലും ഇനി തയ്യാറാവില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് രാഹുൽ ഗാന്ധി ഇന്ന് എത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, 3 മുന്നണികളുടെയും വക്താക്കൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വയനാട്ടിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത്? നേരത്തെ പല ജനകീയ പ്രശ്നങ്ങളും ഇവിടെ ചൂണ്ടിക്കാണിച്ചു. വന്യജീവി ആക്രമണം, അതുപോലെ രാത്രി യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. ഇതിൽ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത്, അവർക്ക് എന്താണ് ഇവരോട് ചോദിക്കാനുള്ളതെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് ആദ്യ ഇടവേളയിലേക്ക് പോകുന്നു. ഉടൻ തിരിച്ചെത്താം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കൽപ്പറ്റയിൽ ജനസഭ പുരോഗമിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു. മേഡം ഒന്ന് എഴുന്നേറ്റേക്കുമോ? യെസ് പ്ലീസ്. എനിക്ക് ആദ്യം ബിജെപി പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. ഒന്ന് ചേർത്ത് പിടിക്കാമോ? ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മളിപ്പോൾ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, ഒന്നും അടുക്കളയിലേക്ക് കയറില്ലല്ലോ. അപ്പോൾ ഈ ഗ്യാസ് നിങ്ങൾ വില കുറക്കുന്ന വഞ്ചി എത്ര രൂപയാണ് കുറച്ചത്? ഇപ്രാവശ്യം നിങ്ങൾ ഇലക്ഷൻ അടുപ്പിച്ച് കുറച്ചൊരു പൈസ കുറച്ചു. അതെന്താ നിങ്ങൾക്ക് നേരത്തെ കുറക്കാൻ പറ്റാത്തത്? പിന്നെ മണിപ്പൂർ വിഷയത്തിൽ സ്ത്രീകളെ പിന്നെ നമ്മൾ മീഡിയയിൽ കണ്ടതാണ്, സ്ത്രീകളെ എങ്ങനെ അവിടുന്ന് ആട്ടി ഓടിച്ച് നഗ്നരായി കൊണ്ടുവന്നു. ഇതിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്ത് നിലപാടെടുത്തു? ഓക്കെ, 2 ചോദ്യങ്ങളാണ്. പിന്നെ ചോദിച്ചോ. UDF പ്രതിനിധിയോട് ചോദിക്കേണ്ടത്, രാഹുൽ ഗാന്ധി ഇവിടെ ബസ് കൊണ്ടുവന്ന് പിന്നെ ഇതൊക്കെ പറഞ്ഞു. ഒരു പിന്നെ നഗരസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു MLAക്ക് കഴിയുന്ന ഒരു കാര്യമാണോ ഈ ഒരു MP ഇവിടെ കൽപ്പറ്റ മണ്ഡലത്തിൽ കൊണ്ടുവന്നത്? പിന്നെ വെറും ഒരു പെട്ടിക്കടയിലും പിന്നെ ഇതും കയറി ഇറങ്ങാന്നല്ലാണ്ട് ഏത് ജനങ്ങളുടെ അടുത്താണ്? കുറേ ഫോട്ടോകൾ ഇവിടെ ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വെച്ചിട്ടുണ്ട്. എല്ലാവരും സാധാരണ ഒരു ജനങ്ങളുടെ അടുത്ത്, ഒരു സമൂഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ ഒന്ന്, UDF പ്രതിനിധി എന്ന നിലയിൽ ഞാനൊരു സ്ത്രീയാണ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടുതലുള്ള സ്ത്രീകളാണ്. അപ്പം നിങ്ങളെന്താ അവരെ അപമാനിക്കുന്ന വിധത്തിൽ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ റോഡ് ഷോയിൽ അവതരിപ്പിച്ചത്? സ്ത്രീകളെ ഇത്രയും താഴ്ത്തിക്കാട്ടാണോ എന്താണെന്നുള്ള അതിനും കൂടി ഒരു മറുപടി. യെസ്, പാചകവാതകം അതാണ്. മാത്രമല്ല മണിപ്പൂർ, 2 വിഷയങ്ങളിലാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പാചകവാതം രണ്ടാമത് വരാം. മണിപ്പൂർ വിഷയത്തെക്കുറിച്ച് സഹോദരിക്ക് കിട്ടിയ എല്ലാ വാർത്തകളും വിവരങ്ങളും BJP വിരുദ്ധ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കാം. സംസാരിക്കാം. ഞാൻ പറഞ്ഞത് മണിപ്പൂർ വിഷയം അടിസ്ഥാനപരമായി അത് ഒരു വർഗീയ മതസംഘർഷമല്ല എന്നുള്ളത് ആദ്യം ബോധ്യപ്പെടണം. 2 വിഭാഗങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അതിൽ സ്വാഭാവികമായും ഉണ്ടായിട്ടുള്ള ചില സംഘർഷങ്ങളിൽ ആളുകൾക്ക് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, വളരെ രൂക്ഷമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ BJP വിരുദ്ധ ശക്തികൾ ഉന്നയിക്കുന്നത് പോലെ അത് ഹിന്ദു ശക്തികളും ക്രൈസ്തവ ശക്തികളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എന്നുള്ളത് തികച്ചും നുണപ്രചരണമാണ് എന്ന് ആദ്യം പറയാൻ ഞാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ നടപടികൾ എടുക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മണിപ്പൂരിൽ ആവർത്തിക്കില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് പൂർണ്ണമായ ഉറപ്പ് കൊടുക്കാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ വിഷയം പാചകവാതം. ഞാനൊരു സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ സഹോദരിയോട് പറയാനുള്ളത്,
ഏതാണ്ട് 1600 കണക്ഷൻസ്, ഉജ്ജ്വല യോജന കണക്ഷൻസ് ആദിവാസി വിഭാഗങ്ങളടക്കമുള്ള പാവപ്പെട്ട സഹോദരിമാർക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഉജ്ജ്വല കണക്ഷൻസ് കൊടുക്കുന്നത് യാതൊരു പ്രതിഫലവും കൈപ്പറ്റാതെ ഫ്രീ ആയി ഈ അമ്മമാർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോലെ അല്പമെങ്കിലും ഇത്തരം പാചകവാത ഗ്യാസിൻ്റെയൊക്കെ ഉപയോഗത്തിന് അല്പം പണം കൂടുതൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോലെ ഗ്യാസ് വാങ്ങിക്കാൻ സാധിക്കാത്ത താഴേക്കടയുള്ള ഒരുപാട് അമ്മമാർക്ക്, ഒരുപാട് സഹോദരിമാർക്ക് വീടുകളിൽ സൗജന്യമായി ഗ്യാസ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് മാത്രമേ സ്വതന്ത്ര ഭാരതത്തിൽ സാധിച്ചിട്ടുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. കാരണം പണമുള്ളവൻ്റെ അടുത്ത് നിന്ന് അല്പം പണം വാങ്ങി പണമില്ലാത്തവന് സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള യഥാർത്ഥ സോഷ്യലിസ്റ്റ് നടപടി മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് ചെയ്തിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. സംരക്ഷിക്കാം. പിന്നെ പ്രധാനമന്ത്രി മണിപ്പൂരെ കാര്യം എന്താ പറഞ്ഞത്? അതായത് പ്രധാനമന്ത്രിയല്ലേ മോദി? അതെ. ഞാൻ മതോ ജാതിയോ വർഗം എന്നല്ല പറഞ്ഞത്, സ്ത്രീകളാണെന്നാണ് പറഞ്ഞത്. ആ വിഷയത്തിൽ വളരെ ഗൗരവമായ സമീപനം തന്നെയാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. വളരെ 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 ഗൗരവമായ സമീപനം തന്നെയാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ആളുകളെ അവിടെ പറഞ്ഞേക്കുകയും പ്രശ്നത്തെക്കുറിച്ച് പരിഹരിക്കാൻ നടപടികളും ചെയ്തിട്ടില്ല. ഓക്കെ വിനയനോടാണ് ചോദ്യം. രാഹുൽ ഗാന്ധി അപ്രാപ്യനാണ്, സാധാരണക്കാർക്ക് അദ്ദേഹത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല, മാത്രമല്ല തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചോ? എവിടെ അപമാനിക്കുന്നു? ഞാൻ ഇതില് രണ്ട് കൂട്ടരുടെയും ബി ജെ പിയുടെ പ്രതിനിധികളുടെയും CPM പ്രതിനിധികളുടെയും ചോദ്യങ്ങളിൽ പലതും രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചുകൊണ്ടാകുന്നുണ്ട്. അതിനുള്ളൊരു സമയം കൂടി എനിക്ക് തരണം. ഒന്ന്, തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന മഹത്തായ പദ്ധതി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. 18 വയസ്സ് പൂർത്തിയായ കായികമായി തൊഴിലെടുക്കാൻ തയ്യാറുള്ള 18 വയസ്സ് പൂർത്തിയായി കായികമായി തയ്യാറുള്ള എല്ലാ യുവാക്കൾക്കും 100 തൊഴിൽ ദിനം ഉറപ്പ് കൊടുത്ത് ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UPA ഗവൺമെന്റുമാണ്. നിങ്ങൾ ഒച്ച വെക്കുന്നത് നിങ്ങളുടെ പിന്തുണയുണ്ട് എന്നായിരിക്കും. ആ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ആ UPA ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അതിന് മറുപടി ഉണ്ട്, പറയാം. നിങ്ങളുടെ ആളിവിടെ ഇരിക്കേണ്ട ആള് പറഞ്ഞോളും. ചേച്ചി അസ്വസ്ഥയാകേണ്ട ആളിവിടെ ചേച്ചി അസ്വസ്ഥയാകേണ്ട ചോദ്യത്തിന് മറുപടി വേണ്ടേ? ഇവിടെ പറയാൻ ആളുണ്ട്, അവര് പറഞ്ഞോളും. നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥയാകുന്നത്? ആളിവിടെ ഇല്ലേ? മറുപടി തരൂ. ഹാരിസ് വിശദീകരിക്കും. ഓക്കെ, ശ്രീ ഹാരിസ്. അപ്പോ ഞാൻ പറഞ്ഞു, ഇവർ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കപ്പെടുമ്പോൾ ആ ഗവൺമെന്റിന് CPM-ന്റെ പിന്തുണയുണ്ടെന്നാണ്. ആ ഗവൺമെന്റിന് CPM-ന്റെ പിന്തുണയുണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താ നിങ്ങളുടെ പ്രശ്നം? ഞാൻ അതിലേക്ക് വരുവാണല്ലോ. പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം പറയൂ. മൈക്കിൽ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ. ഒരു ചോദ്യം കൂടെ. ആ ഗവൺമെന്റിന് നിങ്ങളുടെ ബാക്കിംഗ് ഉണ്ട് എന്നതിൽ അതിലെനിക്ക് തർക്കമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കോമൺ മിനിമം പ്രോഗ്രാം, പ്രത്യേകിച്ച് CPM-ന് 61 MP-മാരുള്ള കാലത്താണ് ഈ തൊഴിലുറപ്പ് പദ്ധതി. അന്ന് മിനിമം പ്രോഗ്രാം പദ്ധതി അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പിന്തുണ നൽകിയത്. പിന്തുണയുടെ ഭാഗമായിട്ടായിരുന്നു. അല്ല, കോൺഗ്രസ് 60 കൊല്ലം ഭരിച്ചിട്ട് എന്തുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നില്ല? തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. അറിയുമോന്ന് ചോദിച്ചാണ്. ആന്ധ്രാപ്രദേശിൽ YS രാജശേഖർ റെഡ്ഡിയാണ് ആദ്യമായി തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ നടത്തിയ സംസ്ഥാനം. ഇനി നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാനല്ല ഇരിക്കുന്നത്. നമ്മൾ BJP-യുടെയും സംഘപരിവാറിന്റെയും അസഹിഷ്ണുതയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് അസഹിഷ്ണുതപ്പെടുന്നത്? നമുക്ക് സംസാരിക്കാം. ഇനി ഞാൻ വരുന്നു. ഞാൻ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഹാരിസ് പറഞ്ഞോളൂ.
ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ഹാരിസ് ക്ലിയർ ചെയ്തോട്ടെ. അല്ല, അദ്ദേഹം ഒന്ന് പറഞ്ഞോട്ടെ. ഇങ്ങനെ തടസ്സപ്പെടുത്തരുത്, please. തെറ്റുണ്ടെങ്കിൽ തടസ്സപ്പെടുത്തരുത്. എനിക്ക് വേറെയും കാര്യങ്ങൾ പറയാനുണ്ട്. ശ്രീ വിനയൻ, അത് ശ്രദ്ധിക്കരുത്. താങ്കൾ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കോമൺ മിനിമം പ്രോഗ്രാം നിലവിൽ വരുന്നത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. നിങ്ങളുടെ എല്ലാം കയ്യിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ട്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രസിദ്ധീകരിച്ച കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ മിനിമം എംപ്ലോയി ഗ്യാരണ്ടി സ്കീം എന്നൊരു വാക്ക് വളരെ കൃത്യമായി മാനിഫെസ്റ്റോയിൽ ഉണ്ട്. നിങ്ങൾ ഇപ്പൊ എടുത്തോളൂ, പോകുന്നില്ല. നിങ്ങൾ ഈ ചർച്ചയിൽ ഇപ്പൊ എടുത്ത് പരിശോധിച്ചോളൂ. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ YS രാജശേഖർ റെഡ്ഡി നടത്തിയ ആന്ധ്ര മോഡൽ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിൽ പോയ പാർട്ടിയാണ്. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് മുന്നണിയായി. ശരിയാണ്, നമ്മൾ കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയപ്പോൾ ആ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ ഭാഗമായി ഇത് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലെ ഞങ്ങളുടെ കുഞ്ഞാണ് തൊഴിലുറപ്പ് പദ്ധതി. പിന്നെ ചേച്ചി ഇവിടെ സൂചിപ്പിച്ച വടകര, ഞാൻ വടകരയിലേക്ക് വരുന്നു. സാധാരണ സി പി എമ്മിന്റെ സെമിനാറുകൾ നടക്കുമ്പോ, CPM-ന്റെ സമ്മേളനങ്ങൾ നടക്കുമ്പോ പഞ്ചായത്ത് മെമ്പർമാരുടെ വോയിസ് ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെയും കുടുംബശ്രീ തൊഴിലാളികൾക്ക് വിളിക്കുമ്പോ പോകുകയല്ല, മെമ്പർ ഭീഷണിപ്പെടുത്തുകയാണ്. 100 തൊഴിൽ നിനക്ക് മസ്ട്രോൾ വേണമെങ്കിൽ ഞങ്ങളുടെ പാർട്ടി പരിപാടിക്ക് വരണം, എന്നാൽ മാത്രമേ നാളെ തൊഴിലുണ്ടാകൂ എന്ന ഭീഷണിയാണ്. ആ ഭീഷണി കൊണ്ടല്ല, ആ ഭീഷണിപ്പെടുത്തി വിളിച്ചവരല്ല. ഷാഫിയോടും മതനിരപേക്ഷ ജനാധിപത്യ മുന്നണിയോടും താല്പര്യം കൊണ്ടാണ് വടകരയിലെ സ്ത്രീകൾ വന്നതെന്നാണ് ആ സഹോദരി മുദ്രാവാക്യത്തിൽ. നിങ്ങൾ അതിന് എഴുതാപ്പുറം കൊടുക്കുന്നവരാണ്. തൊഴിലുറപ്പ് ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. രണ്ടാമത് രാഹുൽ ഗാന്ധി. ചേച്ചി, ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമല്ല, ഇന്നലെ തെലങ്കാനയിൽ, മിനിഞ്ഞാന്ന് മഹാരാഷ്ട്രയിൽ, തൊട്ടടുത്ത ദിവസം ഗുജറാത്തിൽ, ഒരു ദിവസം തമിഴ്നാട്ടിൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലെ ചേച്ചിയുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ശ്രദ്ധിച്ചോ? ഒരു ഭാഗത്ത് സീതാറാം യെച്ചൂരി ഇല്ല, ഒരു ഭാഗത്ത് പ്രകാശ് കാരാട്ടില്ല. ആ ഇടതുപക്ഷ CPM സ്ഥാനാർത്ഥിയുടെ ഇടതുഭാഗത്ത് രാഹുൽ ഗാന്ധിയും വലതുഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റർ വെച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുമ്പോ ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവ് എന്ന നിലയിലാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ കൈപ്പത്തിക്ക് CPM-ന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് നിങ്ങളും വോട്ട് പിടിക്കുന്നുണ്ട്. ഏത് ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഉണ്ടായത്? 14 ജില്ല മാത്രമുള്ള എന്റെ കൊച്ചു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ഞാൻ ഈ ജില്ലയിൽ കണ്ടതിന്റെ 10 ഇരട്ടി ഞാൻ എന്റെ MP-യെ കണ്ടിട്ടുണ്ട്. വെറും 14 ജില്ലയുള്ള ഈ ജില്ലയിൽ വയനാട് ജില്ലയോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണകൂടത്തിനും ഇത്ര തൊട്ടുകൂടായ്മ? കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്ര തവണ രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ വന്നു? എണ്ണാൽ കഴിയാത്തത്ര. അതിനേക്കാൾ കൂടുതൽ ഇവിടെ ആന വന്നിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ കാട്ടാന വന്നിട്ടുണ്ട്. വയനാട്ടിൽ ആനയും കടുവയും വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വന്നതിനേക്കാൾ കൂടുതൽ ആണെങ്കിൽ എനിക്ക് എണ്ണം പറയാം. അതിനേക്കാൾ ഉപരി എത്രയോ തവണ ഈ ജില്ലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ ജില്ലയിൽ പെട്ടെന്ന് ഒന്ന് ഇവിടെ പറഞ്ഞ വിഷയം മണിപ്പൂർ വിഷയത്തെ കുറിച്ച് BJP-യുടെ പ്രതിനിധി വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. മണിപ്പൂരിൽ കുക്കികളും മെയ്ത്തികളും തമ്മിലുണ്ടായിട്ടുള്ള സംഘർഷം അത് ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ വർഗീയപരമായിട്ട് പറയുന്നു എന്നല്ല അവിടെ പറഞ്ഞത്. BJP-യുടെ കാഴ്ചപ്പാട്, ആ പറയുന്ന ഫാസിസ്റ്റ് കാഴ്ചപ്പാട്, സംഘപരിവാറിന്റെ സവർണ കാഴ്ചപ്പാട് നടപ്പിലാക്കുന്ന, അവരുടെ സംവരണം അട്ടിമറിക്കുക എന്ന് പറയുന്ന സംവിധാനം നടപ്പിലാക്കുന്നതാണ് മണിപ്പൂർ കണ്ടത്. അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവിടെ മലമുകളിൽ താമസിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങൾ, കുക്കികൾ എന്ന് പറയുന്ന ജനവിഭാഗങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള സംവരണം
അതിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സ്ഥിതിയുള്ള ഉന്നത കുലജാതരായിട്ടുള്ള മെയ്ത്തി വിഭാഗത്തിന് താഴ്വാരങ്ങളിൽ താമസിക്കുന്നവർക്കും ആ സംവരണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കോടതി ആരാഞ്ഞപ്പോ കൃത്യമായിട്ട് അത് നടപ്പിലാക്കുന്നതാണ് എന്ന ബീരൻ സിംഗ് എന്ന് പറയുന്ന BJPയുടെ മുഖ്യമന്ത്രിയുള്ള ആ ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അവിടെ സംഘർഷം പൊട്ടി പുറപ്പെടുന്നത്. ഒരു വർഷമായി സംഘർഷം. 56 ഇഞ്ച് നെഞ്ചിന്റെ വീതിയുള്ള പ്രധാനമന്ത്രിയുണ്ട്. അമിത്ഷാ എന്ന് പറയുന്ന തൊട്ടടുത്ത കർണാടകത്തിൽ വന്നിട്ട് കേരളത്തെ വെല്ലുവിളിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുണ്ട്. ഇവരൊക്കെയുള്ള ഈ രാജ്യത്തിനകത്ത് അവിടെ ബീരൻ സിംഗ് എന്ന് പറയുന്ന BJP മുഖ്യമന്ത്രിയുണ്ട്. 2 പെൺകുട്ടികളെ, ദളിത് പെൺകുട്ടികളെ നഗ്നരാക്കി തെരുവിലൂടെ കന്നുകാലികളെ കൊണ്ടുപോകുന്നത് പോലെ കണ്ണീരോട് കൂടിയിട്ടാ ഈ രാജ്യം കണ്ടത്. അവിടെ ഈ പറയുന്ന ക്രൂരത നടപ്പിലാക്കുമ്പോൾ പട്ടാളക്കാരന്റെ തോക്കും ലാത്തിയും ആരുടെ കയ്യിലാ? ഈ പറയുന്ന കലാപകാരികളുടെ കയ്യിലാ. ഒരു കൊച്ചു സംസ്ഥാനത്തിലെ ക്രമസമാധാന പരിപാലനം അത് സംരക്ഷിക്കാൻ കഴിയാത്ത BJP എങ്ങനെയാണ് ഈ രാജ്യത്തെ സംരക്ഷിക്കുക? അതാ നിങ്ങൾ മറുപടി പറയേണ്ടത്. നിങ്ങൾ എന്താണ് ഈ നാരികളോട് ചെയ്തു വന്നിരുന്നത്? മറ്റൊന്ന് ഇവിടെ പറയാനുള്ളത് ഗ്യാസ് കണക്ഷന്റെ കാര്യം. നിങ്ങൾ പറഞ്ഞത് ഈ പറയുന്ന ഇവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ട് പറഞ്ഞത് ഇവിടെ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഗ്യാസിന്റെ വില പകുതിയാക്കും, പെട്രോളിന്റെ വില 50 ആണ്. പെട്രോളിന്റെ വില 50 ആയോ? നിങ്ങൾ പറയണ്ടേ? ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് ഈ രാജ്യത്ത് കൊള്ളയടിക്കാൻ വിട്ടുകൊടുത്ത് അദാനിയെയും അംബാനിയെയും അടക്കമുള്ള SR അടക്കമുള്ള കുത്തക കമ്പനിക്കാരെ മുതലാളിമാരാക്കി അവരുടെ കയ്യിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് 6000 കോടി രൂപ വാങ്ങി ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് നിങ്ങൾ ഈ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുത്തകകൾക്ക് കൊള്ളയടിക്കാൻ ഈ നാട്ടിലെ കർഷക തൊഴിലാളികൾ, ആദിവാസികൾ, ഈ നാട്ടിലെ ഇവരൊക്കെ പറയുമ്പോൾ എത്ര നേരം പറഞ്ഞു? മിനിറ്റുകളോളം പറഞ്ഞിട്ടുണ്ട്. എത്രയോ പറഞ്ഞു. ഞാൻ ചോദ്യങ്ങളിലേക്ക് പോകണം. അതുകൊണ്ട് BJPയെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന സാധാരണക്കാരെ, കർഷക തൊഴിലാളികളെ, ആദിവാസികളെ, പാവപ്പെട്ട മനുഷ്യരെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ട് എവിടെയോ ഗ്യാസ് വിതരണം ചെയ്ത കഥ ഇവിടെ ഈ വയനാട്ടിൽ വന്നു പറഞ്ഞ വിലപ്പോവില്ല. മറ്റൊന്ന് പറയട്ടെ, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോ CPMന്റെ പ്രകടന പത്രിക പുറത്തുണ്ട്. നിങ്ങൾ വലിയ ട്രോളൊക്കെ നടത്തുന്നുണ്ട്. എന്താണ്? പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കും, അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ UAPA അടക്കമുള്ള നിയമത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ 2004 തെരഞ്ഞെടുപ്പിൽ CPM പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. ആ പ്രകടന പത്രികയിൽ പറയുന്നതാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യസുരക്ഷ, വനാവകാശ നിയമം, ഈ അടക്കമുള്ള കാര്യങ്ങൾ. ആ പദ്ധതിയുടെ പ്രകടന പത്രിക മുമ്പോട്ട് വെച്ച ആ മുന്നണി അന്ന് അധികാരത്തിൽ കേന്ദ്രത്തിനകത്ത് BJP വിട്ടുകൊണ്ട് 1ാം UPA ഗവൺമെന്റ് വന്നപ്പോ 61 MP-മാരുടെ പിന്തുണ ഉണ്ടായി. നിങ്ങൾ പ്രധാനമന്ത്രി പദം വേണോ എന്ന് ചോദിച്ചു, നിങ്ങൾ ക്യാബിനറ്റ് മന്ത്രി പദവി ചോദിച്ചു. ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിക്കാതിരുന്നാൽ മതി. നിങ്ങൾ അവർക്ക് ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി കൊടുത്താൽ മതി. അവർക്ക് ഈ പറയുന്ന രീതിയിൽ അവരുടെ വനാവകാശ നിയമങ്ങൾ കൊടുത്താൽ മതി. അവർക്ക് ചില പരിഗണനകൾ കൊടുത്താൽ മതി. മാത്രമല്ല, ഇതിന് മറുപടി പറയണ 2ാം UPA ഗവൺമെന്റ് വന്നു. ഇവിടെ എന്താ നിങ്ങൾ കാണിച്ചത്? ഇതുകൊണ്ടാ പറയുന്നത്. നിങ്ങൾ ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇടതുപക്ഷത്തിന്റെ കൃത്യമായി നയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പിന്തുണയില്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? കോൺഗ്രസ് ഇന്ത്യ ഒറ്റക്ക് ഭരിച്ച ഘട്ടത്തിലൊക്കെ അടിയന്തരാവസ്ഥ കോൺഗ്രസ് ഒറ്റക്ക് ഭരിക്കുമ്പോഴാ അല്ലേ ഈ രാജ്യത്തിനകത്തുണ്ടായിട്ടുള്ളത്. അതിനുശേഷം ബോഫേഴ്സ് അഴിമതി കോൺഗ്രസ് ഒറ്റക്ക് ഭരിക്കുമ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്. സ്പെക്ട്രം അഴിമതി, ബാബറി മസ്ജിദ് പൊളിച്ചത് കോൺഗ്രസ് ഒറ്റക്ക് ഭരിക്കുന്ന സമയത്താ ഈ രാജ്യത്തിനകത്തുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഓരോന്നോരോന്ന് നോക്കിയാൽ എല്ലാ ദേശീയ ദുരന്തങ്ങളും ഈ രാജ്യത്തിനകത്ത് കോൺഗ്രസ് ഒറ്റക്ക് ഭരിക്കുമ്പോഴാണ് ഉണ്ടായത്. കോൺഗ്രസിന് കൃത്യമായ മുന്നോട്ട് പോയ ഒരു ഗവൺമെന്റ് 1ാം UPA ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിന് പുറകിൽ നിന്ന് ഇടതുപക്ഷം പിന്തുണ കൊടുത്തത് കൊണ്ടാണ് ആ കോൺഗ്രസിന്റെ 2ാം UPA ഗവൺമെന്റ് ഉണ്ടായത്. വലിയ വണ്ണവും വലുപ്പവും കാണിച്ചു. ആ ഗവൺമെന്റ് തറപറ്റി വീണ് BJP അധികാരത്തിൽ കൊണ്ട് എന്ന് എത്തിക്കുന്ന രീതിയിലേക്ക് ആ കോൺഗ്രസ് അധപ്പതിക്കുകയും ചെയ്തു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു മോക്കറിയാണ് ഇവിടെ കാണുന്നത്. ഈ 2 ആളുകൾ ഇവിടുന്ന് 15 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മുടെ തമിഴ്നാട് ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ജനസഭ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്കും ഈ 2 ആളുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ സമരം ചെയ്യുന്ന, പോരാടുന്ന അവസരവാദ രാഷ്ട്രീയത്തിന്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് കാണുന്നത്. ഈ ആളുകളോട് എനിക്കൊരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ. ഈ 2 ആളുകളുടെയും നേതാവാണ് സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും. യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഈ തമ്മിലടിക്കുന്ന ആളുകളോട് എനിക്കൊരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. സീതാറാം യെച്ചൂരിക്ക്
വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വന്ന് ശ്രീമതി ആനി രാജയ്ക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടി ഇവിടെ വരാൻ വേണ്ടിയുള്ള ധൈര്യമുണ്ടോ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എന്ത് മറുപടി ആയിരിക്കും ശ്രീമാൻ ഹാരിസിന് പറയാൻ വേണ്ടി സാധിക്കുക? ഈ രണ്ട് ആളുകളും തമ്മിലടിക്കുകയാണ്. കൃത്യമായിട്ട് പറയാം. സീതാറാം യെച്ചൂരി ഇവിടെ വരട്ടെ. ആനി രാജയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി സീതാറാം യെച്ചൂരി വയനാട്ടിൽ വന്ന ഞാൻ എന്റെ രാഷ്ട്രീയം നിർത്താൻ തയ്യാറാണ് സുഹൃത്തെ. വളരെ കൃത്യമായ മറുപടി വെല്ലുവിളി ഏറ്റെടുക്കുന്നു. വരുമോ സീതാറാം യെച്ചൂരി? വരുമോ വയനാട്ടിൽ? സീതാറാം യെച്ചൂരി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കും. അതാണ് കൃത്യമായ നിലപാട് പറഞ്ഞത്. ഈ കേന്ദ്രത്തിനകത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോ കൃത്യമായി മനുഷ്യരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ചോദ്യം വയനാട്ടിലെ വരുമോ എന്നുള്ളതാണ്. അംഗങ്ങൾ ഇന്ത്യൻ പാർലമെന്റിനകത്ത് വേണം. അതിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷത്തിന്റെ അംഗങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. രണ്ടാമത് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്നവരായാലും ശരി, മറ്റ് ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളായാലും ശരി, BJP എന്ന് പറയുന്ന സംഘപരിവാർ ഫാസിസത്തെ ഇന്ത്യയുടെ ഭരണഘടന ഇല്ലാതെയാക്കാൻ പോകുന്ന, ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കാൻ വേണ്ടി പോകുന്ന ഈ ഫാസിസത്തിനെതിരായിട്ട് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും ശരി അവരെ പിടിച്ച് പുറത്തിറക്കാൻ സീതാറാം യെച്ചൂരി എന്നല്ല എല്ലാ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും കൈപ്പത്തിക്കും വോട്ട് ചോദിക്കും. മറ്റേതെങ്കിലും ചിഹ്നമുണ്ടെങ്കിൽ അതിനും വോട്ട് ചോദിക്കും. അഡ്വക്കേറ്റ് ഗോപിനാഥ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഉന്നയിച്ചത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആനി രാജയുടെ പ്രചരണത്തിന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വരുമോ എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യമാണ്. അതിലൊരു മറുപടി വരുമോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞാൽ മതി. സീതാറാം യെച്ചൂരി വരുമോ വരില്ലേ എന്നുള്ള കാര്യം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു.